So we have come to the last topic in this chapter, waves in 2 and 3 dimensions. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1 dimensional കേസ് ആണ്, അതായത് ഒരു സ്ട്രിങ്ങിലുള്ള വേവ് എക്സെട്ര. റൈറ്റ്? ഇനി 2 dimensionലും 3 dimensionലും നമുക്ക് ഇതേ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന് 2 dimensional കേസ് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ എ മെംബ്രെയിൻ. ഉദാഹരണത്തിന് ഒരു സോപ്പ് ഫിൽം ആവാം, സബ്ജക്റ്റ് ടു യൂണിഫോം ടെൻഷൻ എസ്. Surface tension എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. So there is a uniform tension per unit length as measured across any line in its plane. അതായത് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, യു ഡ്രോ എനി ലൈൻ, യു ക്യാൻ മെഷർ ദ ടെൻഷൻ അക്രോസ് ദ ലൈൻ. നമ്മൾ സർഫസ് ടെൻഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മെംബ്രെയിൻ ഉള്ളത് എക്സ് വൈ പ്ലെയിനിലാണെന്ന് ഇമാജിൻ ചെയ്യാം. ലെറ്റ്സ് സേ ദാറ്റ് ദിസ് മെംബ്രെയിൻ ലൈസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ദ സെഡ് ഡയറക്ഷൻ. സെഡ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അല്ല റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഉപയോഗിക്കാം ഇനീഷ്യലി. അതായത് പ്ലെയിൻ ഓഫ് ദ മെംബ്രെയിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ്സ് എക്സ് വൈ ആണ്. ഓക്കെ, ആൻഡ് വി വോണ്ട് ടു ഡിസ്ക്രൈബ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് എ തേർഡ് കോർഡിനേറ്റ് സെഡ്. സെഡ് ഡയറക്ഷനിലാണ് ഇതിന് ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കേസിലുള്ള വേവ് ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജനറലൈസ് ചെയ്യാം. 1 dimensional കേസിലുള്ള ഡയറക്റ്റ് ആയിട്ട് ജനറലൈസ് ചെയ്യാം. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by v square dou square z by dou t square. Z എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, 1 dimensional കേസിൽ നമുക്ക് ഉണ്ടായിരുന്നത് എക്സ് ഡയറക്ഷനിലാണ് സ്ട്രിങ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലാണ് നമ്മുടെ മീഡിയം ഉള്ളതെങ്കിൽ നമ്മൾ എഴുതിയത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by v square dou square z by dou t square എന്നുള്ളതാണ് 1 dimension ആണെങ്കിൽ. 2 dimension ആണെങ്കിൽ നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഡോ സ്ക്വയർ z by dou x square plus dou square z by dou y square is equal to 1 by v square dou square z by dou t square. അതായത് ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്നത്. ഓക്കെ, ഈ കേസിൽ വേവ് വെലോസിറ്റിയും നേരത്തെ ഉള്ളതിന് സമാനമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. v square is equal to s divided by sigma. നേരത്തെ കേസിൽ നമുക്ക് ഉണ്ടായിരുന്നു 1 dimensional കേസിൽ നമുക്ക് ഉണ്ടായിരുന്നത് v square is equal to t divided by mu എന്നായിരുന്നു. റൈറ്റ്, അവിടെ t എന്ന് പറയുന്നത് സ്ട്രിംഗ് ടെൻഷൻ ആയിരുന്നു, ഇവിടെ എസ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. റൈറ്റ്, അവിടെ മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരുന്നു, ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ദാറ്റ് വുഡ് ബി ദ മാസ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ ഇതിനെ സർഫസ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ദിസ് വുഡ് ബി ദ വേവ് ഇക്വേഷൻ ഇൻ 2 dimensions. അപ്പോൾ നമ്മുടെ 2 dimension കേസിലുള്ള വേവ് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by v square ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, ഇനി 1 dimensional കേസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതി, വേവ് ഇക്വേഷൻ എഴുതി ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by v square ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്നായിരുന്നു. റൈറ്റ്, അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഫങ്ഷൻസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് മൈനസ് വി ടി. റൈറ്റ്, എഫ് ഓഫ് എക്സ് മൈനസ് വി ടി എന്ന ഫോമിലുള്ള ഫംഗ്ഷൻ ഡസൻ മാറ്റർ വാട്ട് ഫംഗ്ഷൻ ഇറ്റ് ഇസ് ആസ് ലോങ് ആസ് ദ ഫംഗ്ഷണൽ ഡിപെൻഡൻസ് ഇസ് ലൈക്ക് ദിസ്. ഈ രീതിയിലുള്ള ഫംഗ്ഷണൽ ഡിപെൻഡൻസ് ഉള്ള ഏതൊരു ഫംഗ്ഷനും ഈ വേവ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വി ഹാഡ് ആക്ച്വലി പ്രൂവ്ഡ് ഇറ്റ്. അതേ രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും z ഓഫ് എക്സ് വൈ ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ മൈനസ് ബി ടി എന്ന ഫോമിലുള്ള ഫംഗ്ഷണൽ ഡിപെൻഡൻസ്. അതായത് ഫംഗ്ഷൻസ് ദാറ്റ് ഡിപെൻഡ് ഓൺ എക്സ് വൈ ആൻഡ് ടി ഇൻ ദിസ് പെർട്ടിക്കുലർ കോമ്പിനേഷൻ. ഈ പെർട്ടിക്കുലർ കോമ്പിനേഷനിലാണ് ഫംഗ്ഷൻ ഡിപെൻഡ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ദ 2 dimensional വേവ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കേസിൽ നമ്മൾ എക്സിന് വേറെ കോഎഫിഷ്യന്റ് ഒന്നുമില്ല, ഇവിടെ എക്സിനും വൈക്കും വേറെ കോഎഫിഷ്യന്റ് ആൽഫ ആൻഡ് ബീറ്റ. റൈറ്റ്, യു വിൽ സീ ദാറ്റ് ദിസ് ഇസ് നെസസറി. റൈറ്റ്, ഇങ്ങനെയുള്ള കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഐ ലീവ് ഇറ്റ് ആസ് എൻ എക്സസൈസ് ഫോർ യു. നമ്മൾ ഈ കേസിൽ ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണ് നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടോ. റൈറ്റ്, വി ഹാവ് ചെക്ക്ഡ് വെദർ ദിസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ. സോ ഇൻ ദ സെയിം വേ യു ക്യാൻ ചെക്ക് ഇഫ് ദിസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ദ 2 dimensional വേവ് ഇക്വേഷൻ. റൈറ്റ്, ചെക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് വിടുന്നു. ആൻഡ് യു ക്യാൻ ചെക്ക് വെദർ ദർ ഇസ് എനി കണ്ടീഷൻ ഓൺ ആൽഫ ആൻഡ് ബീറ്റ എക്സെട്ര. ഈ ആൽഫയും ബീറ്റയും ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ 2 dimensional വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആവുമോ. റൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ്, സോ ഐ ലീവ് ദാറ്റ് ആസ് എൻ എക്സസൈസ് ഫോർ യു. ഇനി ഈ രീതിയിലുള്ള വേവ് സൊല്യൂഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരം സൊല്യൂഷൻസിന്റെ സൂപ്പർ പൊസിഷൻസും പോസിബിൾ സൊല്യൂഷൻസ് ആണ്. അല്ലെങ്കിൽ ഇത്തരം ഫംഗ്ഷൻസിന്റെ സൂപ്പർ പൊസിഷൻസും പോസിബിൾ വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇതിന്റെ ഇത്തരം ഫംഗ്ഷൻസിന്റെ സ്യൂട്ടബിൾ സൂപ്പർ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ 1 dimensional കേസിലെ നോർമൽ മോഡ്സ് എടുത്ത പോലെ 2 dimensional കേസിന് നോർമൽ മോഡ്സ് എടുക്കാം. ഓക്കെ, ഇനി സിസ്റ്റത്തിന്റെ സിമെട്രി എന്ന് പറയുന്നത് സർക്കുലർ സിമെട്രി ആണെങ്കിൽ, റൈറ്റ്, ഉദാഹരണത്തിന്
ഒരു വെള്ളത്തിന്റെ സർഫസിൽ നമ്മൾ ഒരു കല്ലിടുകയാണെങ്കിൽ ഓളങ്ങൾ ഉണ്ടാവും. ഈ റിപ്പിൾസ് എക്സ്പാൻഡ് ചെയ്തു പോകുന്ന സർക്കിൾസ് ആയിട്ടാണ്. സോ ദ സിമെട്രി സർക്കുലർ. അപ്പോൾ സർക്കുലർ സിമെട്രി ആണെങ്കിൽ യൂസ് ചെയ്യുന്നതിന് കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ആണ്. അതായത് എക്സ് കൊമ വൈ എന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എടുക്കുന്നതിന് പകരം വിൽ യൂസ് കോർഡിനേറ്റ്സ് ആർ ആൻഡ് തീറ്റ. ഓക്കെ, അതായത് ഇത് എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ. ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് വേണം, എക്സ് ആൻഡ് വൈ. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആർ ആൻഡ് തീറ്റ എന്നുള്ള രണ്ട് കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സെയിം പോയിന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ടു കോർഡിനേറ്റ്സ് ആർ ആൻഡ് തീറ്റ. ആർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, തീറ്റ ഇസ് ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ. ആർ ആൻഡ് തീറ്റ പറഞ്ഞാൽ ഈ പോയിന്റ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആണ്. പക്ഷെ ആർ തീറ്റ എന്നുള്ള കോർഡിനേറ്റ്സ് സർക്കുലർ സിമെട്രിയുടെ കേസിൽ കൂടുതൽ appropriate ആണ്. It's easier to deal with the plane polar coordinates if you have a circular symmetry. Okay, കാരണം കോൺസ്റ്റന്റ് ആർ എടുക്കുകയാണെങ്കിൽ തീറ്റ വാല്യൂ വേരി ചെയ്യുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ദിസ് വിൽ ഫോം എ സർക്കിൾ. കോൺസ്റ്റന്റ് ആർ ഉള്ള പോയിന്റ്സിന്റെ ലോക്കസ് ഒരു സർക്കിൾ ആണെന്ന് കാണാൻ കഴിയും. സോ ദിസ് ഇസ് വെരി കൺവീനിയന്റ്. അപ്പോൾ ഈ കേസിൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉണ്ട്. എക്സ് വൈ കോർഡിനേറ്റ്സിൽ നിന്ന് നമുക്ക് ആർ കൊമ തീറ്റ കോർഡിനേറ്റ്സിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താം. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആർ. ഓക്കെ, യു സീ ദാറ്റ് എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആണ്, അതുപോലെ വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആണ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എക്സ് കൊമ വൈ എന്നുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ആർ കൊമ തീറ്റ എന്നുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാൻ കഴിയും. ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ കഴിയും. ഈ എഴുതിയിരിക്കുന്ന ഇവിടുത്തെ ജോമെട്രി ഉപയോഗിച്ചാണ്. ഈ ലെങ്ത് ആർ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയും വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്. ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എഴുതാൻ കഴിയും. അതായത് ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതുപോലെ തീറ്റ ഇസ് ഈക്വൽ ടു, അതായത് y ഡിവൈഡഡ് ബൈ എക്സ് എടുക്കുകയാണെങ്കിൽ ഈ ആർ ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ള സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. സോ വി ക്യാൻ സേ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എക്സ്, ഓർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ്. ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. Okay, so we have got the transformation equations and the inverse transformation equations. Okay, അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറെ ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിലെ ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് പറയാൻ കഴിയണം. ഇതിനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ വേവ് ഇക്വേഷനെ മാറ്റി എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ വേവ് ഇക്വേഷനെ മാറ്റി എഴുതാൻ കഴിയും. അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വേവ് ഇക്വേഷൻ ഇതായിരുന്നു: ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, ഇനി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്നിവയുടെ ഫോമിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. ഓൾറൈറ്റ്, so I leave it as an exercise for you again. Alright, അതിൽ കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനുണ്ട്. Alright, you have to be a little bit careful. You have to use the chain rule, etc. There are a few steps. Alright, അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറിന്റെയും തീറ്റയുടെയും ടേംസിലുള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ സർക്കുലർ സിമെട്രി ആണ് പറയുന്നത്, സർക്കുലർ സിമെട്രി ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓൾറൈറ്റ്, അപ്പോൾ ദ ഡിസ്പ്ലേസ്മെന്റ് യൂഷ്വലി ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. അതായത് ഏതൊരു വാല്യൂ ഓഫ് തീറ്റ എടുത്താലും, ഇപ്പോൾ വാട്ടർ സർഫസിലുള്ള റിപ്പിൾസ് ആണെങ്കിൽ, വിച്ച് എവർ വാല്യൂ ഓഫ് തീറ്റ യു ടേക്ക്, z is the same. ഓക്കെ, അതായത് let me put it like this. This is the angle theta. ഓക്കെ, ഈ സർക്കിളിൽ എല്ലായിടത്തും സെയിം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഈ സർക്കിളിൽ എല്ലായിടത്തും സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ we say that we have a circular symmetry. അതായത് the displacement is independent of theta. തീറ്റ 1 എടുത്താലും തീറ്റ 2 എന്നുള്ള ഈ വാല്യൂ എടുത്താലും വേറെ ഏതെങ്കിലും വാല്യൂ എടുത്താലും ഈ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണെങ്കിൽ then we can say that z is independent of theta. Z is independent of theta. Okay, so if z is independent of theta, then you can leave the terms involving dou z by dou theta. Dou z by dou theta involving the terms നമുക്ക് ഒഴിവാക്കാം. Alright, കാരണം z does not depend on theta. Dou z by dou theta is equal to 0. Z does not vary with theta for a fixed r. ഒരു fixed r എടുക്കുകയാണെങ്കിൽ z does not vary with theta. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ the equation becomes simple. We can write it like this: dou square z by dou r square plus 1 by r dou z by dou r is equal to 1 by v square dou square z by dou t square. Okay, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതിന്റെ സമ്മറി ഇതാണ്. We took the wave equation. The wave equation was dou square z by dou x square plus dou square z by dou y square is equal to 1 by v square dou square z by dou t square.
Okay, ഇനി നമ്മൾ ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിനെ we wrote it as a partial differential equation with respect to r and theta. This is with respect to x and y. നമ്മൾ ഇതിനെ r and theta യുടെ ടേംസിൽ എഴുതി, right? And then we made the further assumption that dou z by dou theta is equal to 0. Okay, അപ്പോൾ അതുകൊണ്ട് theta അപേക്ഷിച്ചുള്ള partial derivatives എല്ലാം 0 ആയി, and the final form becomes dou square z by dou r square plus 1 by r dou z by dou r is equal to 1 by v square dou square z by dou t square. Okay, അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽസ് തൽക്കാലം നമുക്ക് ആവശ്യമില്ല, right? We are only taking a general treatment of 2 dimensions and 3 dimensions, right? But if you are interested, you can indeed try and do these calculations. Okay, അപ്പോൾ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, right, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ the traveling waves that represent solutions of this equation, ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന traveling waves എടുക്കുകയാണെങ്കിൽ they are expanding circular wave fronts. They are expanding circular wave fronts. Right? അത് വെള്ളത്തിലുള്ള ഓളങ്ങൾ പോലെ ഇത് എക്സ്പാൻഡിങ് ആയിട്ടുള്ള സർക്കുലർ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കാര്യം ഇൻറ്റ്യൂറ്റീവ്ലി മനസ്സിലാക്കാൻ കഴിയുന്നത് the amplitude of vibration becomes less as r increases. റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് കുറഞ്ഞു വരും, റൈറ്റ്? ഇവിടെ ഡിസിപ്പേഷന്റെ കാര്യമല്ല പറയുന്നത്, ഡിസിപ്പേഷൻ ഒന്നും ഇല്ലെങ്കിലും ഈ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് കുറഞ്ഞു വരും, റൈറ്റ്? അതിന്റെ കാരണം the same energy is distributed over larger circles, അല്ലെ? ഇവിടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എനർജിയാണ് കാണിക്കുന്നത്, റൈറ്റ്? ആംപ്ലിറ്റ്യൂഡ് എനർജി ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ the same energy is distributed over a bigger area and then again it is distributed over still bigger region etc. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ ഇക്വേഷന്റെ പ്രിസൈസ് സൊല്യൂഷൻസ് അത്തരം ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, റൈറ്റ്? ഈ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ പ്രിസൈസ് സൊല്യൂഷൻ ദീസ് ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് Bessel's functions. Bessel's functions എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്, റൈറ്റ്? അഗൈൻ വി ഡോണ്ട് നീഡ് ദ ഡീറ്റെയിൽസ് ഹിയർ. നിങ്ങൾ ഒരുപക്ഷെ MSc ലെവലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ you will be studying these sorts of differential equations and such special functions etc. For the moment we don't need it, right? തൽക്കാലം ഒരു vocabulary introduce ചെയ്യുന്നു കരുതിയാൽ മതി. In general, the solutions to such equations are written in terms of special functions called Bessel's functions. Okay, നമുക്ക് കിട്ടിയ വേവ് ഇക്വേഷൻ ഈ ഫോമിലാണുള്ളത്. Now if you are looking at large r, right, large r എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം ഇവിടെ നെഗ്ലിജിബിൾ ആവും, right? Let's say r tends to infinity. അങ്ങനെയാണെങ്കിൽ this equation simply becomes dou square z by dou r square is equal to 1 by v square dou square z by dou t square. Okay, so we can say that to some approximation the equation reverts to that for straight wave fronts of constant amplitude. Okay, now this is understandable, right? കാരണം ഇത് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ you can imagine that you are standing very far away, right? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വളരെ ദൂരെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കരുതുക, റൈറ്റ്? അപ്പോൾ ഇവിടെ നിന്നുള്ള വേവ്സ് സർക്കിൾസിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, റൈറ്റ്? പക്ഷെ നമ്മൾ വളരെ ദൂരെ നോക്കുമ്പോൾ ഈ സർക്കിളിന്റെ ചെറിയൊരു പോർഷൻ ആണ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, so it will just look like a straight wave front approaching us. Now we can also set up a wave equation for a 3-dimensional medium. 3-dimensional mediumത്തിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേവ് ഇക്വേഷൻ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ കേസിൽ വേവ് ഇക്വേഷൻ നമുക്ക് വീണ്ടും ജനറലൈസ് ചെയ്യാം. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ വിൽ ബി 1 by v square dou square psi by dou t square. ഇപ്പോൾ 3 ഡയമെൻഷനുള്ള വേവ് ഇക്വേഷൻ ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്ററിന് ഒരു പേരുണ്ട്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. ഈ ഓപ്പറേറ്ററിന് ഒരു പേരുണ്ട്, ദിസ് ഇസ് കോൾഡ് ദ Laplacian. Okay, Laplacian operator. There's a concise notation for this. This is denoted as del square, right? Is simple del nano, right? This is called as del square. Okay, del squared. This is important operator ayadonde it deserves its own special symbol and a special name, right? So the special symbol is del square and we'll call it the Laplacian, right? Idu upayogikkanankil we can write the wave equation in 3 dimensions in this form: del square psi is equal to 1 divided by v square dou square psi by dou t square. Okay, അതുപോലെ ഇതിന്റെ വേവ് ഇക്വേഷൻസ് we can see that functions of this form will generally satisfy the 3-dimensional wave equation. അതായത് f of alpha x plus beta y plus gamma z minus vt ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഈ 3-dimensional wave equation സാറ്റിസ്ഫൈ ചെയ്യും എന്ന് കാണാൻ കഴിയും, right? Again we'll need these coefficients alpha, beta
and gamma in here. Okay. ഈ 2-dimensional കേസിൽ നമ്മൾ സർക്കുലർ സിമെട്രി അസ്യൂം ചെയ്തു, റൈറ്റ്? ആ രീതിയിൽ സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള വേവ്സ് ഉണ്ടാവാം. സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള വേവ്സ്, അതായത് ഒരു വെള്ളത്തിന്റെ നടുക്കുന്ന എവിടെന്നെങ്കിലും ഒരു എക്സ്പ്ലോഷൻ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും സ്ഫെറിക്കൽ ആയിട്ടുള്ള വേവ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഈ ഡിസ്റ്റർബൻസ് പ്രോപ്പഗേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്ഫിയറിലെ എല്ലാ പോയിന്റിലും, റൈറ്റ്, ഇമാജിൻ ദാറ്റ് ദിസ് എ സ്ഫിയർ, റൈറ്റ്? ഈ സ്ഫിയറിലെ എല്ലാ പോയിന്റിലും ഡിസ്റ്റർബൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, right, which means that the amplitude will depend only on r. Amplitude r ൽ മാത്രം ഡിപെൻഡ് ചെയ്യുന്ന കേസ്. ഇവിടെ നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഉപയോഗിക്കുക. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് r, θ, phi, അതായത് x, y, z എന്നുള്ള 3 കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് 3-dimensional സ്പേസിലെ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം we'll use a different coordinate system called the spherical coordinate system. Okay, അതിന്റെ കോർഡിനേറ്റ്സ് r, θ and phi ആണ്. Okay, again we don't go into the details here. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എഴുതാൻ കഴിയും. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് 3-dimensional വേവ് ഇക്വേഷനെ നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ എഴുതാം. ആൻഡ് ദെൻ വി അസ്യൂം ദാറ്റ് ദ ഡിസ്റ്റർബൻസസ് ഡു നോട്ട് ഡിപെൻഡ് ഓൺ തീറ്റ ആൻഡ് ഫൈ. രണ്ട് ആംഗിൾസ് വേണം. തീറ്റയിലും ഫൈയിലും ഡിപെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, റൈറ്റ്, then the equation boils down to this form: dou square psi by dou r square plus 2 by r dou psi by dou r is equal to 1 by v square dou square psi by dou t square. റൈറ്റ്, ഈ ഫോമിലേക്ക് ഇക്വേഷൻ മാറുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ there is no derivative with respect to theta or phi. ഇക്വേഷനിൽ there is no derivative of psi with respect to theta or phi. Okay, because we assume that the amplitudes do not depend on theta and phi. ഇതിനാണ് നമ്മൾ സ്ഫെറിക്കൽ സിമെട്രി എന്ന് പറയുന്നത്. റൈറ്റ്, അതായത് ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ഫിയറിന്റെ സർഫസിൽ എല്ലായിടത്തും ഒരേ രീതിയിലാണ്. ദിസ് ഇസ് സ്ഫെറിക്കൽ സിമെട്രി. ഓക്കെ, ഇനി if we take simple harmonic waves whose amplitude falls off inversely with r, right, അതായത് ആംപ്ലിറ്റ്യൂഡ് r ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഹാർമോണിക് വേവ്സ് എടുക്കുകയാണെങ്കിൽ, ഹാർമോണിക് വേവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, sin 2π nu t minus k r, right, divided by r അല്ലെങ്കിൽ multiplied by c divided by r. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് falls off as r, okay, inversely with r, അതായത് the amplitude is inversely proportional to r here. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള വേവ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അത് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഓക്കെ, in general the energy of a mechanical wave and the power are proportional to the amplitude square. Right, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് എനർജി ആയാലും അതിന്റെ പവർ ആയാലും. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അതുപോലെ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ആണ് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇന്റൻസിറ്റിയുടെ ഡെഫിനേഷൻ ഇതാണ്: ഇറ്റ്സ് ദ പവർ പെർ യൂണിറ്റ് ഏരിയ, ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ഓർ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് ദ എനർജി ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സർഫസ് വെക്കുകയാണ്, റൈറ്റ്, ഈ സർഫസിനെ യൂണിറ്റ് ടൈമിൽ കോസ് ചെയ്യുന്ന എനർജി എത്രയാണ്, റൈറ്റ്, ഇതിനാണ് നമ്മൾ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർഡിന് പ്രൊപ്പോർഷണൽ ആണ്. The intensity is proportional to amplitude squared. കാരണം amplitude square is proportional to the power. അപ്പോൾ power per unit area എന്ന് പറഞ്ഞാലും that's also proportional to amplitude square. Right? അപ്പോൾ നമുക്ക് intensity എന്ന് പറയുന്ന quantity we can relate it to the amplitude square. Right? The intensity and amplitude square are proportional. ഇനി നമ്മൾ നേരത്തെ എഴുതി ഈ വേവ് സൊല്യൂഷൻ ഒന്നുകൂടെ നോക്കാം. This spherical waves. Alright, let's look at this spherical waves again. അപ്പോൾ നമ്മൾ എഴുതിയ സൊല്യൂഷൻ ഇതായിരുന്നു: psi of r, t is equal to c divided by r sin 2π nu t minus k r. Right? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ c divided by r ആണ്. So the amplitude here is c divided by r. So the amplitude is c divided by r. അങ്ങനെയാണെങ്കിൽ intensity is proportional to the squared amplitude, which is c divided by r whole squared. Okay? അപ്പോൾ ഇന്റൻസിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. It's the power per unit area or the energy per unit area per unit time. Okay, so the intensity actually quantifies the rate of outflow of energy per unit area. അതായത് ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വരുന്നുണ്ടെന്ന് കരുതുക. Alright, ഇപ്പോൾ ലൈറ്റിന്റെ വഴിയിലുള്ള ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. Let's call this area as small a. Okay, and then you can ask the question: how much energy is flowing across this area? ഈ ഏരിയയ്ക്ക് കുറുകെ എത്ര എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡിൽ എത്ര എനർജി ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാം. റൈറ്റ്, ഇതിനെ നമ്മൾ പവർ എന്ന് പറയുന്നത്. ദിസ് ഇസ് P1. റൈറ്റ്, ഹൗ മച്ച് എനർജി ഇസ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. റൈറ്റ്, ഇതിനെ ഈ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ what do you get?
we get the outflow of energy per unit area. Sorry, the rate of outflow of energy per unit area. കാരണം P1 എന്ന് പറയുന്ന rate of outflow of energy ആണ്. Right? P1 divided by A എന്ന് പറയുന്നത് it's the rate of outflow of energy per unit area. അല്ലെങ്കിൽ the outflow of energy per unit area per unit time. Okay? നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫെറിക്കൽ വേവിന്റെ കേസിൽ the rate of outflow of energy നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Okay? The rate of outflow of energy എന്ന് പറയുന്നത് it's the rate of outflow of energy per unit area multiplied by area. അതായത് നമുക്ക് പോയിന്റ് സോഴ്സ് ഉണ്ട്. പോയിന്റ് സോഴ്സിൽ നിന്ന് R എന്ന ഡിസ്റ്റൻസ് അകലെയുള്ള റേറ്റ് ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് സോഴ്സിൽ നിന്ന് R എന്ന ഡിസ്റ്റൻസ് അകലെ നമ്മളൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ 4πr² ആയിരിക്കും. ഏരിയ ഓഫ് ദ സ്ഫിയർ ഇസ് 4πr². ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള ഇന്റൻസിറ്റിയെ ഈ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദ റേറ്റ് ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് എനർജി. അതായത് ഹൗ മച്ച് എനർജി is crossing a given area per unit time. ഒരു സെക്കൻഡിൽ എത്ര എനർജി ഈ ഏരിയ ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് ആൻസർ കിട്ടും. റൈറ്റ്, അതിന് ഈ ഏരിയ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ്സ് I മൾട്ടിപ്ലൈഡ് ബൈ 4πr². പക്ഷെ I നമ്മൾ പറഞ്ഞു ഇസ് പ്രൊപ്പോർഷണൽ ടു C/r². I എന്ന് പറയുന്നത് C/r² പ്രൊപ്പോർഷണൽ ആണ്. സോ യു സീ ദാറ്റ് the rate of outflow of energy at a distance r is proportional to 4πc². It's proportional to 4πc². അതായത് ഇവിടെ r ഡിപെൻഡൻസ് ഇല്ല. There is no R dependence. Okay, the rate of outflow of energy is the same at every distance. എല്ലാ ഡിസ്റ്റൻസ് എടുത്താലും rate of outflow of energy same ആണ്. Okay, so clearly the rate of outflow of energy is independent of the distance from a point source that generates the waves. Alright, ഇക്കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടത് 3-dimensional wave equation ഒരു സ്പെസിഫിക് സൊല്യൂഷൻ നോക്കിയപ്പോഴാണ്. അതായത് C/r sin 2π mu t minus kr. Right? ഇത് 3-dimensional wave equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. Right? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷന്റെ കേസിലാണ് നമ്മൾ ഈ ആർഗ്യുമെന്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയത്. Right? അതായത് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേവ് ഫോം എടുക്കുകയാണെങ്കിൽ the rate of outflow of energy at a particular distance, okay, at any distance is the same. It does not change. Okay? ഇനി ഡിസിപ്പേഷനോ അബ്സോർപ്ഷനോ ഒന്നും ഇല്ലെങ്കിൽ എനർജി കൺസർവേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. Right? So this is just what one would expect to find. അതായത് നമ്മൾ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെന്ന് കരുതാം. ഒരു പോയിന്റ് സോഴ്സ് ആണെന്ന് കരുതാം. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ലൈറ്റിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. The intensity will decrease. കാരണം the same amount of energy is now being distributed over larger and larger areas. കൂടുതൽ ഏരിയസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. Right? പക്ഷെ ടോട്ടൽ എനർജി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരു സ്ഫിയർ വരച്ചിട്ട് അവിടെയുള്ള ടോട്ടൽ എനർജി അല്ലെങ്കിൽ ആ സ്ഫിയറിനെ ക്രോസ് ചെയ്യുന്ന ടോട്ടൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഷുഡ് ബി ദ സെയിം അറ്റ് എനി ഡിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി ദ സെയിം അറ്റ് എനി ഡിസ്റ്റൻസ്. കാരണം എനർജി കൺസർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേ കാര്യങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എക്സാമിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ വിശദീകരിച്ചു. ദാറ്റ്സ് വാട്ട് വി ഹാവ് ഡൺ. വി ഹാവ് എക്സ്പ്ലെയിൻഡ് ദീസ് തിങ്സ് ബൈ examining this particular solution to the 3-dimensional wave equation. These are called spherical waves. These are called spherical waves because they correspond to spherical wave fronts expanding from a point source. Okay, alright. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 2 and 3-dimensional wave equations ആണ്. Okay, നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലേക്ക് പോയില്ല. നമ്മൾ 1-dimensional കേസ് എടുത്തിട്ട് അതിനെ ജനറലൈസ് ചെയ്തു. And then we gave certain arguments. ഇതിനെ തന്നെ ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എഴുതി, അതുപോലെ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ എഴുതി 2-dimensional വേവ് ഇക്വേഷനെ. അതുപോലെ 3-dimensional വേവ് ഇക്വേഷനെ നമ്മൾ ആദ്യം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എഴുതി. വി ഓൾസോ wrote it in terms of the spherical polar coordinates. Okay, അങ്ങനെ spherical polar coordinates നമ്മൾ എഴുതിയത് ഒരു പെർട്ടിക്കുലർ സിമെട്രി അസ്യൂം ചെയ്തുകൊണ്ടാണ്. We assumed that the disturbances are independent of theta and phi. ഇതിനാണ് spherical symmetry എന്ന് പറയുന്നത്. Right? It doesn't matter in which direction you are looking, you will get the same kind of disturbance at a particular distance. Right? Point source in a particular distance എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിന്റെ ലോക്കസ് വരയ്ക്കാൻ നമുക്ക് സ്ഫിയർ ആണ് കിട്ടുക. Right? ഈ സ്ഫിയറിലുള്ള എല്ലാ പോയിന്റിലും ഒരേ രീതിയിലുള്ള വൈബ്രേഷൻ ആയിരിക്കും ഉണ്ടാകുക. Right? It does not depend whether you are looking on this direction or this direction, etc. ഇതിനാണ് spherical symmetry എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള കേസിലുള്ള വേവ് ഇക്വേഷൻ നമ്മൾ എഴുതി. Okay, spherical polar coordinates in the terms.
Right? അപ്പോൾ അതിൽ സ്ഫെറിക്കലി സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഡോ ബൈ ഡോ തീറ്റ ഡോ ബൈ ഡോ ഫൈ എന്നുള്ള ടേംസ് നമ്മുടെ വേവ് ഇക്വേഷനിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ, right? So we said that this particular wave equation is satisfied, right? Is satisfied by this equation, right? Or this wave, right? ഈ spherical ഈ രീതിയിലുള്ള waves എടുക്കുകയാണെങ്കിൽ we saw that these sorts of waves satisfies the equation, right? The wave equation that we wrote in the case of spherical symmetry. Right? അപ്പോൾ ഈ waves നമ്മൾ spherical waves എന്നാണ് പറയുന്നത്, and they represented spherical wave fronts expanding from a point source. Okay? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, ഇന്റൻസിറ്റി, പവർ, അതുപോലെ എനർജി ഔട്ട്ഫ്ലോ പെർ യൂണിറ്റ് ടൈം, ഓക്കെ, ഓർ ദ റേറ്റ് ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് എനർജി എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് വിൽ കൺക്ലൂഡ് ദിസ് സെഷൻ. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് 2 and 3 dimensional wave equations നോക്കിയിട്ടില്ല. Right? This was just meant as an introduction to waves in 2 and 3 dimensions. Right? So these things you might be studying in more detail when you go into higher classes. Okay. For now, this is sufficient. Okay. So thank you.